പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഇന്നത്തെ നമ്മുടെ ചോദ്യം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ ഒരു വ്യത്യസ്തമായ ചോദ്യം വന്നത്, പല വീടുകൾക്കും പടിപ്പുര ഉൾപ്പെടെയുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് പടിപ്പുരയൊക്കെ വരുന്ന വീടുകൾക്ക് സാധാരണ നമ്മൾ 4 കോണാണ് പറയാറ്. പക്ഷെ ഇങ്ങനെയുള്ള വീടുകൾക്ക് 6 കോണ് 8 കോണ് അങ്ങനെ പല കോണുകളുടെ കണക്ക് പറയുന്നുണ്ട്. അങ്ങനെ വരുന്നത് ഏത് രീതിയിൽ കണക്കാക്കണം? ഇത് നമ്മൾ 8 കണക്കാക്കണോ 4 കണക്കാക്കണോ? ഏതാണ് അതിൻ്റെ ശരിയായ രീതി? ഇത് ഒരുപാട് പേർക്ക്, കണ്ടമാനം പേർക്ക് അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. വാസ്തുശാസ്ത്രമായ കണക്കുകളെല്ലാം ഒന്നേ ഉള്ളൂ. തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ട് 2 കണക്കിലേക്ക് പോകും എങ്കിൽ തന്നെയും പ്രാക്ടിക്കലായിട്ട് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് നോക്കിയിരുന്നാൽ 4 കോണേ ഉള്ളൂ. അത് മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പോൾ അതിന് ഒന്ന് വടക്ക് കിഴക്കേ മൂലഭാഗം ഈശാന കോണെന്ന് പറയും. തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണെന്ന് പറയും. തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം അതായത് കന്നിമൂല നിരതികോണെന്ന് പറയും. വടക്ക് പടിഞ്ഞാറ് വായുകോൺ. അപ്പോൾ ഇങ്ങനെ പ്രധാനമായും 4 കോണിനെയാണ് നമ്മൾ കണക്കെടുക്കുന്നത്. ഇതിലുപരി അഷ്ടദിക്കുകളുണ്ട്. 8 ദിക്കുകൾ, 8 ദിക്കുകൾക്ക് 8 രാശികളും 8 ദേവന്മാരെയൊക്കെ അതിൽ കണക്കെടുക്കുന്നുണ്ട്. ഇവർക്ക് ചില ആൾക്കാർക്ക് സംശയമുള്ളത്, അവരുടെ വീടിൻ്റെ ചിലപ്പം ചരിവുള്ള സ്ഥലമായിരിക്കും. ആ ചരിവുള്ള സ്ഥലത്ത് കണക്കാക്കി ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീടിന് 2, 3, 4 ബെൻഡുകളൊക്കെ വരും. ബെൻഡ് വരുമ്പോൾ ആ ബെൻഡുകളെല്ലാം തന്നെ മൂലയായിട്ട് കണക്കെടുക്കാൻ സാധിക്കില്ല. അതാണ് ഇതിൻ്റെ പ്രധാനമായ കാര്യം. അവർക്ക് സംശയം വരാൻ കാരണം, പണ്ട് കാലത്ത് കിഴക്കിൻ്റെ മധ്യഭാഗം തള്ളി എന്നിട്ട് പൂമുഖം എടുക്കും. വേണമെങ്കിൽ തെക്കിൻ്റെ പൂമുഖം എടുക്കാം, പടിഞ്ഞാറിൻ്റെ പൂമുഖം എടുക്കാം, വടക്കിൻ്റെ പൂമുഖം എടുക്കാം. അപ്പോൾ ആ പൂമുഖം എടുക്കുമ്പോൾ അതിന് 2 കോൺ വരും. ആ കോണിനെ നമ്മൾ ഇതിലേക്ക് പ്രധാനപ്പെട്ട കോണായിട്ട് കണക്ക് എടുക്കില്ല. നമുക്ക് എടുക്കേണ്ട ഒരു വീടിന് സംബന്ധമായിട്ട് എടുക്കേണ്ട 4 കോൺ ഞാൻ നേരത്തെ പറയും, അതേ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ വീടിന് വേണ്ടി പ്ലാൻ വരയ്ക്കുമ്പോൾ ധാരാളം ബെൻഡുകൾ സ്ഥലത്തിൻ്റെ കണക്കാക്കിയാണ് ബെൻഡുകൾ ചെയ്യുന്നത്. അപ്പോൾ ബെൻഡുകളെല്ലാം തന്നെ നമുക്ക് കോണായിട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് സത്യം. അപ്പോൾ ഒരുപാട് പേരുടെ സംശയം ഇതിൽ തീർന്നിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തൊരു ചോദ്യം സാർ, ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഇങ്ങനെ പല കോണുകൾ എടുക്കുന്നത് ഇപ്പോൾ സംശയം തീർന്നെപ്പോലും അങ്ങനെ എടുത്തിട്ട് താമസമായി കഴിയുമ്പോഴേക്കും വീടിൻ്റെ ഊർജ്ജ നില തെറ്റുന്നതായിട്ടും അതുകൊണ്ട് തന്നെ മനസമാധാനം പോകുന്നതായിട്ടും ഒക്കെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നമുക്കൊരു വീടിനെ സംബന്ധമായിട്ട് ഒരു ആരോഗ്യപരമായ കാര്യങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ ഒരു സന്തോഷമില്ലായ്മ, ഒരു മനസ്സമാനമില്ലായ്മ, കുട്ടികളുടെ വിദ്യാഭ്യാസം ലോ ആയിട്ട് വരിക, സമ്പത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കുക, ഇതിലൊക്കെ ഒരു പരിധി വരെ വീടുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ നമ്മൾ ജ്യോതിഷപരമായിട്ട് ഒരാളും സമയദോഷമുള്ള സമയത്ത് ഏറെക്കുറെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും, ഇല്ലയെന്ന് പറയുന്നില്ല. എങ്കിലും ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഏറെക്കുറെ, അതായത് ഊർജ്ജ ലെവൽ എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, അല്ലേ? അപ്പോൾ സൂര്യൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൂര്യനെ പിതാവായിട്ടും ഭൂമിയെ മാതാവായിട്ടും കണക്കെടുക്കും. ഇപ്പോൾ സൂര്യകിരണങ്ങൾ ഭൂമിയിൽ ഏറ്റ ശേഷം ഭൂമിയിൽ നിന്ന് വമിക്കുന്നത് ഭൗമോർജം, പ്രാപഞ്ചോർജം നമുക്ക് കിട്ടിക്കൊണ്ടേയും. ലൈറ്റ്നിങ് എന്ന് വെച്ചാൽ സൂര്യൻ്റെ കിരണങ്ങൾ, അടുത്ത് കാറ്റിൻ്റെ എയർ പാസിങ്. ഞാൻ ഈ പറഞ്ഞ ഈ 4 ഘടകങ്ങൾ ഒരു വീട്ടിൽ അനുയോജ്യമായിട്ട് നിൽക്കാമെങ്കിൽ വീടിന് ഐശ്വര്യം ഉണ്ടാകും. പിന്നെ ഊർജ്ജ ലെവലിൻ്റെ അത് പൂമുഖം നമ്മൾ ഏത് ദിക്കാവട്ടെ, കിഴക്കായിരുന്നാലും പടിഞ്ഞായിരുന്നാലും തെക്കായിരുന്നാലും വടക്കായിരുന്നാലും പൂമുഖത്തിനൊരു വാതിൽ കൊടുക്കുമ്പോൾ എന്താണ്? ശ്വസനം, നമ്മുടെ മൂക്ക്. അപ്പോൾ എപ്പോഴും തന്നെ വീടിൻ്റെ പൂമുഖം പ്രധാനപ്പെട്ട വാതിൽ എന്ന് പറഞ്ഞാൽ നോസ് ആണ്. അപ്പോൾ അതിൻ്റെ ശ്വസനം കറക്റ്റ് ആവണമെന്ന് അർത്ഥം. ശ്വസനം, വീടിൻ്റെ ശ്വസനമാണ് ശ്വസനനാളം. അപ്പോൾ അത് തെറ്റാരിയിൽ നിന്നിരുന്നാലും വീടിന് അപാകത സംഭവിക്കും. അതുപോലെ വീടിനകത്തെ ക്രമീകരണങ്ങൾ, ഇപ്പോൾ തെറ്റാരിയിൽ ഒരു അടുക്കള വന്നുപോയി, ഉദാഹരണം തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്താണ് അടുക്കള വരുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ മധ്യത്തെ കൊണ്ടുകൊടുക്കും, തെക്കിൻ്റെ മധ്യത്ത് കൊണ്ടുകൊടുക്കും. ശരിക്കും അപ്പോൾ അങ്ങനെയായിരിക്കും
അടുക്കളയൊക്കെ ശരിക്കുള്ള സ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പല എപ്പിസോഡ് പറഞ്ഞിട്ടെങ്കിലും ഞാൻ പറയാണ്. തെക്ക് കിഴക്കാവാം, വടക്ക് കിഴക്കാവാം, വടക്ക് പടിഞ്ഞാറാവാം, ഇങ്ങനെ ഭാഗങ്ങളിൽ അടുക്കള വരണത് ഐശ്വര്യം. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ദിക്കുകളല്ലാതെ വീടിൻ്റെ കൊണ്ട് മധ്യത്തു നിന്നും കൊണ്ട് കൊടുക്കണ അത്ര നല്ലതല്ല. തെക്കിൻ്റെ മധ്യത്തിൽ കൊടുക്കണ ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കുറേ കാര്യങ്ങൾ നമ്മൾ സ്വയം വടി കൊടുത്ത് അടി വാങ്ങുന്ന സമ്പ്രദായങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകാതെ ആധികാരികമായിട്ട് നമ്മളൊരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട് ഇപ്പോൾ വയ്ക്കാൻ ആൾക്കാർക്കെല്ലാം പേടിയും കാരണം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ റെഡിമെയ്ഡ് ഹൗസ് ആരെങ്കിലും വച്ച് വിൽക്കുന്ന വീടുകൾ ആണ് സാധാരണ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വാങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം വാങ്ങാൻ. ആ വിൽക്കുന്നവൻ അവന് ലാഭം കൂടുതൽ കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹിക്കൂ. അതെത്രത്തോളം വാസ്തുയോഗ്യത വേണം കാര്യങ്ങളുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ്. അതൊന്നും അവർക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കുട്ടി വെച്ചിട്ട് ഒരാളുടെ തലയിൽ ഏൽപ്പിക്കുക എന്നുള്ള തത്വം മാത്രമേ ആ വ്യക്തിക്ക് ഉണ്ടാകൂ. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നവർ ഒരു പരിധി വരെ എല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു വീട് വാങ്ങാൻ. അല്ലാതെ വാങ്ങിപ്പോയാൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ എപ്പോഴും തന്നെ ഒരു വീട് വാങ്ങുമ്പോൾ, റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ, വയ്ക്കുമ്പോൾ അങ്ങനെയില്ല. നമ്മൾ സ്ഥലം വാങ്ങിച്ചു എല്ലാ കാര്യങ്ങളും നോക്കി ഭൂമി പൂജയൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് ചെറിയ വീട് ചെറുതായാലും വലുതായാലും നമുക്ക് വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് വീട് വാങ്ങുമ്പോഴും അല്ലെങ്കിൽ വയ്ക്കുമ്പോഴും വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വയ്ക്കുന്നതാണ് ഉത്തമം. സർ, നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും സുരേഷ് എഴുതുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട് അങ്ങോട്ടൊക്കെ ഒരുപാട് ഹില്ലി ഏരിയാസ്, അതായത് മലഞ്ചെരിവുകൾ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള തട്ടായിട്ടുള്ള ഭൂമി വരും മലഞ്ചെരിവുകളിൽ. അങ്ങനെയുള്ള ഭൂമിയിൽ എങ്ങനെ വാസ്തു നോക്കണം വീട് വയ്ക്കുമ്പോൾ? നമുക്കിപ്പോഴും സ്വാഭാവികമായിട്ട് ഏത് ദിക്കിലേക്ക് വേണം ഭൂമി ചരിഞ്ഞ് നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും സമനിരപ്പായ സ്ഥലം കിട്ടൂല. അതെ. അപ്പം നമുക്ക് എന്താ വേണം, എവിടെ നമ്മളൊരു ചെറിയൊരു വീട് ചെറിയ വീടോ വയ്ക്കുമ്പോൾ കഴിയുന്നത് നമ്മുടെ ചരിഞ്ഞ ഭൂമിയാണെങ്കിൽ ആ ചരിവിൻ്റെ ആ ഭാഗം കരിങ്കല്ല് കെട്ടി അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടി ഈ വീടിൻ്റെ സമനിരപ്പാക്കിയിട്ട് അതിൽ മണ്ണെല്ലാം ഫില്ല് ചെയ്ത് വീട് വയ്ക്കുന്നതാണ് പതിവ്. ചില ആൾക്കാർ അങ്ങനെയല്ല, ഈ താഴ്ന്ന ഭാഗം ഒരു സെല്ലാറാക്കി എടുത്തിട്ട് വീട് പണിയും. 2-3 തരങ്ങൾ. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഇപ്പോൾ തെക്ക് ചരിഞ്ഞ ഭൂമിയാണ് നമുക്കുള്ളത്. നമുക്ക് വേറെ ഭൂമി നമുക്ക് വേറെ ഭൂമിയൊന്നും വാങ്ങാൻ ഇല്ല, ഇവിടെ തന്നെ വീട് വച്ചേ പറ്റുള്ളൂ, റോഡ് സൈഡാണ്, ഇങ്ങനെയൊക്കെ അവസരം വരുന്നവർ തെക്കിൻ്റെ ഭാഗം വരുമ്പോൾ മാത്രം സെല്ലാറാക്കി എടുക്കണ്ട. അങ്ങനെ സെല്ലാറാക്കി എടുക്കണം നല്ലതല്ല. നമുക്ക് അതിന് ആ തെക്കിൻ്റെ താഴ്ന്ന ഭാഗം നമുക്ക് കരിങ്കല്ല് കെട്ടിയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയോ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിലാവശ്യം വേണ്ട ഭേദഗതിക്ക് വെച്ചിട്ട് വീട് ഡയറക്റ്റായിട്ട് വയ്ക്കണം. ആ തെക്ക് താഴ്ന്ന ഭൂമിയിൽ നമ്മുടെ സെല്ലാർ എടുക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് അപാധം ഉണ്ടാവുകൊണ്ടാണ് ഞാനിത് പറയാം. എന്നാൽ കിഴക്ക് ഭാഗത്താണെങ്കിൽ ഒരു സെല്ലാറാക്കി എടുക്കുന്നതിന് തടസ്സമില്ല. വടക്ക് ഭാഗത്താണെങ്കിൽ നിങ്ങൾക്കൊരു സെല്ലാറാക്കി എടുക്കുന്നതിന് തടസ്സമില്ല. പടിഞ്ഞാറാണെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ തെക്ക് പറഞ്ഞ അതേ തത്വം തന്നെ സ്വീകരിക്കണം. എപ്പോഴും തന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആര് വീട് വച്ചിരുന്നാലും വീട് വയ്ക്കുന്ന സ്ഥലം ലെവലായിരിക്കുന്നതാണ് ഏറ്റവും വാസ്തവമായിട്ട് ഊർജ്ജ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഉത്തമം. അല്ലാത്ത ഭാഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ അപാധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കോട്ടെ എന്നാണ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും തന്നെ ഒരു വസ്തു എങ്ങനെയുള്ള കാര്യം നമ്മൾ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് ഒന്നീ ദീർഘചതുരം അല്ലെങ്കിൽ സമചതുരം. ഇങ്ങനെയുള്ള ഭൂമി ഇപ്പോൾ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഭൂമി വളരുന്നില്ല, മനുഷ്യർ മാത്രമാണ് ഇഷ്ടം പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നുള്ള ഭൂമിയിൽ ആൾക്കാർ വീട് വയ്ക്കാനുള്ളതാണ് പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും തന്നെ സിംഗിളായിട്ട് വീട് വയ്ക്കാനെക്കാട്ടി ഫ്ലാറ്റിലേക്ക് പോകുന്നത്. എന്താണ്, ഫ്ലാറ്റാകുമ്പോൾ നമുക്കൊരു 10-20 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ 10-20 നില കെട്ടിക്കയറി പോവില്ലേ, അല്ലെ ഇത്രയും ഫാമിലി താമസിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സിംഗിൾ ഹൗസ് നമ്മൾ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിലുള്ള സംവിധാനത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീർഘചതുരത്തിലും സമചതുരത്തിലും വീട് വയ്ക്കാനുള്ള അതേ ഭൂമി നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ അവിടെയാണ് നമുക്ക് ബെൻഡുകൾ
കോണുകൾ തിരിഞ്ഞേക്കുക. ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ ബെൻഡ് കൊടുത്തൊക്കെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കഴിയുന്നത് തെക്ക് ഭാഗത്തേക്ക് വരുന്നത് കഴിയുന്നത് ബെൻഡ് കുറയ്ക്കുക. മറ്റുള്ള ഭാഗത്തേക്ക് 1-2 ബെൻഡ് വരുന്നത് തടസ്സമില്ല. അപ്പോൾ തെക്കിന് ഒരുപാട് കാര്യങ്ങൾ നല്ല ഗുണങ്ങളുമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മോശമായ കാര്യങ്ങളുമുണ്ട്. അപ്പം ചില ആൾക്കാർ ഇങ്ങനെ ഭയപ്പെട്ട ദിക്കായിട്ട് തെക്കിനെ കണക്കാക്കാറുണ്ട്. അങ്ങനെ ആ അഭിപ്രായം എനിക്കില്ല. നമ്മുടെ ആ തെക്കിൻ്റെ അതിൻ്റെ രീതിയിലൊരു മാന്യത കൊടുത്ത് അതിൻ്റെ ഗൗരവത്തിലൊരു വീട് പണിയാമെങ്കിൽ അതിന് എല്ലാ ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാറിന് ഉത്തരം തന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.